നമസ്കാരം. ഞാൻ ഡോക്ടർ സന്തോഷ് സൗവർണിക. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഭീമനർത്തകി എന്നതിൻ്റെ പുതിയ ചിത്രവുമായി പ്രേക്ഷകരുമായി സംവദിക്കുവാനെത്തുകയാണ്. മലയാളിയുടെ ക്ലാസിക്കൽ കലയായ കഥകളിയുടെ പശ്ചാത്തലത്തിലാണ് ഞാൻ മഹാഭാരതത്തിലെ മധ്യമനായ ഭീമൻ്റെ കഥ അവതരിപ്പിക്കുന്നത്. ഭീമനർത്തകി പ്രേക്ഷകരുമായി സംവദിക്കുന്നത് മനുഷ്യ മനസ്സിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിലൂടെയുള്ള സഞ്ചാരങ്ങളെക്കുറിച്ചാണ്. പ്രത്യേകിച്ചും സ്വവർഗ അനുരാഗത്തിൻ്റെ തീക്ഷ്ണ തലങ്ങളിലൂടെ സഞ്ചരിക്കുവാൻ ഞാൻ എല്ലാ പ്രേക്ഷകരെയും ഭീമനർത്തകിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മലയാള സിനിമയിലെ താരങ്ങളെ ഒഴിവാക്കി പൂർണ്ണമായും കലോപാസകരെ മാത്രം, കലയ്ക്ക് വേണ്ടി ജീവിതം അർപ്പിച്ചവരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഭീമനർത്തകി അണിയിച്ചൊരുക്കുന്നത്. എൻ്റെ കഴിഞ്ഞ ചിത്രമായ അർദ്ധനാരി ഒരുപക്ഷെ ട്രാൻസ്ജെൻഡറുകളുടെ കഥ പറഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ ഞാൻ ഭീമനർത്തകിയിലൂടെ പറയുന്നത് സ്വവർഗ അനുരാഗത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങളെക്കുറിച്ചാണ്. കഥാപാത്രമായി പരകായപ്രവേശം ചെയ്യപ്പെടുന്ന നടി സ്വയം കഥാപാത്രത്തിൻ്റെ സത്വം ഏറ്റെടുക്കുകയും അവർ തന്നിലെ വ്യക്തിത്വം മറന്നു പോവുകയും തന്നെ കഥാപാത്രത്തിലേക്ക് നയിച്ച വ്യക്തിയെയും സന്ദർഭങ്ങളെയും അല്ലെങ്കിൽ കഥാപാത്രത്തിൻ്റെ ത്രിമാന സ്വഭാവങ്ങളെയും കടമെടുക്കുമ്പോൾ അവൾ അറിയാതെ ദ്രൗപദിയിൽ ആകൃഷ്ടനാവുകയും ദ്രൗപദിയാകുന്നത് ഒരു സൈക്കോളജിസ്റ്റാണ്. സൈക്കോളജിസ്റ്റിനെ അറിയാതെ പ്രണയിച്ചു പോകുന്ന ഭീമൻ. എന്നാൽ ഈ ഒരു മെൻ്റൽ പേഷ്യൻസിനെ ചികിത്സിക്കുന്ന ഡോക്ടർ തൻ്റെ ആഗ്രഹ നിർവൃതിക്ക് വേണ്ടിയിട്ട് ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും എന്ന ഭാരതീയ വിശ്വാസങ്ങളിൽ നിന്നും വ്യതിചലിച്ചിട്ട് മാർഗം ലക്ഷ്യത്തെ സാധൂകരിക്കും എന്ന വിപ്ലവ ആശയത്തെ ചുമലേറ്റുന്ന, ഹൃദയത്തിലേറ്റുന്ന ആ നടി അവർ ഭീമനെ തൻ്റെ ആഗ്രഹ നിർവൃതിക്ക് വേണ്ടിയിട്ട്, ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ട് കരുവാക്കുകയാണ് ഭീമനർത്തകിയിലൂടെ. ഭീമനർത്തകി നിശ്ചയമായും തിരശ്ശീലയിൽ കണ്ട് വിലയിരുത്തുകയും അതിലൂടെ സഞ്ചരിക്കുകയും ഭീമനർത്തകി പറയുന്ന വിഷയങ്ങളിലേക്ക് അതിലേക്ക് ഉൾക്കൊള്ളുവാനും നമുക്കറിയാം. നമ്മുടെ രാജ്യം നേരിടുന്ന, നമ്മുടെ രാജ്യം അല്ലെങ്കിൽ ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഭൂമി മുഴുവൻ, മാനവരാശി മുഴുവൻ നേരിടുന്ന സ്വവർഗ അനുരാഗത്തിൻ്റെ തീക്ഷ്ണതലങ്ങളിലേക്ക് എത്തിച്ചെല്ലുവാനും ഞാൻ എല്ലാ ചലച്ചിത്ര പ്രേമികളെയും ഭീമനർത്തകിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഭീമനർത്തകിയുടെ പശ്ചാത്തല സംഗീതം അണിയിച്ച് ഒരുക്കുന്നത് മാത്യു മാർക്കോസ് എന്ന് പറയുന്ന ഫാദറാണ്. ഇതിൻ്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ഒരു 40 വർഷത്തോളമായി ക്യാമറയുടെ പ്രണയിതാവായ ജയൻ തിരുമല എന്ന് പറയുന്ന വിഖ്യാത ഛായാഗ്രാഹകനാണ്. ഇതിൻ്റെ കലാസംവിധാനം ബൈജു വിതിരയും നിർവഹിച്ചിരിക്കുന്നു. ഇതിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് ഒരുപക്ഷെ നമ്മളെല്ലാം ഇക്കാലം അത്രയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എഡിറ്റിംഗ് വിസ്മയമായ അനിൽ ഗണേഷാണ് ഭീമനർത്തകിയുടെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. ചിത്രം കാണുക, ചിത്രം വിലയിരുത്തുക, ചിത്രത്തിലൂടെ സഞ്ചരിക്കുക. നമ്മുടെ ക്ലാസിക്കൽ കലയിലൂടെ വ്യാസൻ ചമച്ചിരിക്കുന്ന ഭീമനെ, മഹാഭാരതത്തിലെ മധ്യമനായ ഭീമനുമായി നമുക്ക് സംവദിക്കാം. തിരശ്ശീലയിൽ സ്വാഗതം. നമസ്കാരം, ഞാൻ ശാലു മേനോൻ. ഞാനിപ്പോൾ ഭീമനർത്തകി എന്ന സിനിമയുടെ ലൊക്കേഷനിലാണുള്ളത്. ഭീമനർത്തകി എന്ന് പറയുന്നത് ഒരു ശരിക്കും ഒരു ക്ലാസിക് മൂവിയാണിത്. ആസ് ആൻ ആർട്ടിസ്റ്റ് പറയുകയാണെങ്കിൽ ഒരു നീണ്ട ഗ്യാപ്പിന് ശേഷമാണ് ഞാനൊരു ബിഗ് സ്ക്രീനിൽ വരുന്നത്. അതും ഒരു ടൈറ്റിൽ കഥാപാത്രം, ഭീമനർത്തകിയിലെ ഭീമനായിട്ടാണ് ഞാൻ ഇതിൽ ചെയ്യുന്നത്. ഇതിൻ്റെ ഡയറക്ടർ സന്തോഷ് സൗവർണിക. സന്തോഷ് ചേട്ടനായിട്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പോട്ടുള്ളൊരു ബന്ധമാണ്. അദ്ദേഹം സീരിയൽ ഡയറക്റ്റ് ചെയ്യുന്നിടം തൊട്ടേ എനിക്കറിയാം. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. സജീവ് ഏട്ടനാണ് എൻ്റെ പ്രൊഡ്യൂസർ. വളരെ നല്ലൊരു പ്രൊഡ്യൂസറാണ്. ക്യാമറ ജയൻ ചേട്ടൻ. അങ്ങനെ നല്ലൊരു വലിയ ക്രൂ ആണ് ഇതിൻ്റെ പിന്നിലുള്ളത്. വളരെ നമ്മൾ ഇത്രയും നാളും കണ്ടിട്ടുള്ള പടങ്ങളിൽ വെച്ചൊരു ശരിക്കും ഒരു ഒരു പക്ക ക്ലാസിക് മൂവിയാണ്. ആർട്ടിനൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ട്, പ്രത്യേകിച്ച് കഥകളി ഭീമൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ എന്തുമാത്രം ശക്തമായിട്ടുള്ളൊരു കഥാപാത്രമാണ് ഭീമൻ. അപ്പം ഭീമൻ എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ഒരു ആണിൻ്റെ കഥാപാത്രമല്ല ഞാൻ ചെയ്തത്. ശരിക്കും എൻ്റെ ഈ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ലേഡിയാണ്. ഞാൻ ചെയ്യുന്ന കഥാപാത്രം, ഞാൻ കഥകളി ആർട്ടിസ്റ്റ്, ഭീമൻ്റെ വേഷമാണ് ഞാൻ കഥകളിയിൽ ചെയ്യുന്നത്. ആ ഭീമൻ്റെ ചില സമയങ്ങളിൽ, സാധാരണ നോർമൽ ആയിട്ടിരിക്കുന്ന ഒരു സ്ത്രീയുടെ ചില സമയങ്ങളിൽ ഇവൾ പെട്ടെന്ന് ഭീമനായി മാറും. ഭീമനായിട്ട് മാറുമ്പോൾ
ദ്രൗപദിയോട് ഉള്ള ഭീമൻ്റെ പ്രണയം, ഇതൊക്കെയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഒരു മെൻ്റൽ പേഷ്യൻ്റാണ്. ശരിക്കും ഒരു അഭിനേത്രിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം അഭിനയത്തിന് പ്രാധാന്യമുള്ളൊരു പടമാണിത്. ഈ ഭീമം നമ്മൾ സാധാരണ നോർമലി സ്ത്രീകൾ ചെയ്യുന്ന സ്ത്രീ ആയിട്ടുള്ള ഒരു കഥാപാത്രം, പക്ഷേ ഇത് സ്ത്രീയാണ് എങ്കിൽ പോലും ചില സമയങ്ങളിൽ പുരുഷനായി മാറുമ്പോൾ ഉള്ള ഒരു പുരുഷനായി മാറുമ്പോൾ ഉള്ള ചേഷ്ടകൾക്കും അല്ലെങ്കിൽ ആ ഒരു ബോഡി മൂവ്മെൻറ്റിനും ഒക്കെ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കഥാപാത്രമാണ് ഒരു സ്ത്രീ ഒരു പുരുഷനായിട്ട് മാറുമ്പോൾ. അപ്പം അങ്ങനെ ശരിക്കും വളരെ റിസ്ക് എടുത്തിട്ടാണ് ഈ ഒരു കഥാപാത്രം ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ശരിക്കും ഇതുപോലെ ശരിക്കും ഒരു ഡാൻസറിൻ്റെ കഥാപാത്രമായിരുന്നു പണ്ട് കാലങ്ങളിൽ എനിക്ക് സിനിമയിൽ ബിഗ് സ്ക്രീനിൽ ചെയ്യണം എന്നുള്ളത്. പക്ഷെ എന്നാലും കഥകളി ഞാൻ കൊച്ചിയിലെ പഠിച്ചിട്ടുണ്ട്, ഞാൻ കോമ്പറ്റീഷനിൽ മത്സരിച്ചിട്ടുണ്ട് കഥകളിയിൽ. എന്നാൽ പോലും ആ കഥകളിയിൽ തന്നെയാണെങ്കിലും അതൊരു കലയാണ്, ഒരു ആർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലും ഇങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റും, അത് ഇത്രയും ശക്തമായിട്ടുള്ള കഥാപാത്രം. സാധാരണ ഒരു കഥകളിലൊരു ചെറിയ വേഷമല്ല, ഭീമനാണ്. അപ്പം അത് ചെയ്യാൻ പറ്റിയത് എൻ്റെ ലൈഫിലെ തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതിനൊത്തിരി ഞാൻ കടപ്പെട്ടിരിക്കുന്നത് സന്തോഷമായിട്ടും അതുപോലെ തന്നെ സജീവായിട്ടും. കാരണം മലയാള സിനിമയിൽ തന്നെ ധാരാളം വലിയ വലിയ നർത്തകിമാരും അല്ലെങ്കിൽ അതുപോലുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. എന്നാൽ പോലും എന്നെ തന്നെ ഈ ഒരു കഥാപാത്രം ചെയ്യാനായി വിളിച്ചതും ഒക്കെ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും ഈ പടം തിയേറ്ററിൽ തന്നെ പോയി കാണണം. വളരെയധികം അതുപോലെ എല്ലാവരും ഇതിൽ അഭിനയിച്ചിരിക്കുന്ന പിന്നെ അലിയാർ സാറുണ്ട്. അലിയാർ സാർ ഒരു മുഖ്യ കഥാപാത്രമാണ്, വീണ നായർ. അങ്ങനെ ഒരുവിധം നല്ല ആർട്ടിസ്റ്റുകൾ ഇതിലുണ്ട്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന മാക്സിമം എല്ലാവരും ഇതിനകത്ത് പെർഫോം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ പടം തിയേറ്ററിൽ തന്നെ ചെന്ന് കാണണം, ഈ പടം വിജയിപ്പിക്കണം. പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞല്ലോ കുറേ കാലത്തിന് ശേഷം വരുന്ന ഒരു ബിഗ് സ്ക്രീനിൽ ഒരു മെയിൻ കഥാപാത്രമായിട്ടാണ് വരുന്നത്. തീർച്ചയായിട്ടും ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടും എല്ലാ പ്രാർത്ഥനയും ഈ പടത്തിനോടൊപ്പം ഉണ്ട്. ഈ പടം അതുപോലെ ഒരു വലിയ നിലയിൽ ഈ പടം നിങ്ങളെല്ലാവരും, എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എല്ലാവരും ഇത് എത്തിച്ചു തരണം. ഫുൾ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. താങ്ക് യു. നമസ്കാരം, ഞാൻ വീണ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഭീമ നർത്തകി എന്ന ഡോക്ടർ സന്തോഷ് സൗപർണിക സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രത്തിൻ്റെ ലൊക്കേഷനിലാണ്. നിങ്ങൾക്കൊക്കെ കാണാൻ വളരെ സുന്ദരമായിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മുടെ ഇന്നത്തെ ലൊക്കേഷൻ. എല്ലാ ലൊക്കേഷനുകളും അതുപോലെ തന്നെയാണ്. വളരെ വിഷ്വൽ ബ്യൂട്ടിയുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തിട്ടാണ് നമ്മുടെ സിനിമ പൂർണ്ണമായും ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇനി എന്താണ് ഭീമനർത്തകി എന്നുള്ളത്? ഭീമനർത്തകി പേര് പോലെ തന്നെ ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥകളിയാണ്. കഥകളിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഒരു ചിത്രമാണ്. പക്ഷെ പൂർണ്ണമായും കഥകളിയല്ല, പക്ഷേ ഒരു കഥകളിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കുടുംബത്തിനകത്ത് നടക്കുന്ന വളരെ സംഭവബഹുലമായിട്ടുള്ള കുറേ കാര്യങ്ങൾ കഥകളിയുടെ ഒരു ബാക്ക്ഡ്രോപ്പിൽ പറഞ്ഞു പോകുന്ന സിനിമയാണ് ഭീമ നർത്തകി. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്കിടയിൽ മലയാളത്തിൽ വന്നിട്ടില്ലാത്ത വളരെ കൗതുകമുള്ള ഒരു ഇതിവൃത്തമാണ് ഈ സിനിമയുടേത്. കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ഡോക്ടർ കൃഷ്ണ എന്ന് പറയുന്ന ക്യാരക്ടറാണ്, ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ ക്യാരക്ടറാണ്. ഈ ഡോക്ടർ കൃഷ്ണ കഥകളി ആസ്വാദകയാണ്, പക്ഷേ കഥകളി നർത്തകിയോ അങ്ങനെയൊന്നും അല്ല, ഭയങ്കര ആസ്വാദകയാണ്. അപ്പോൾ ആ സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ള കൃഷ്ണയും കഥകളിയും ഇതിൽ ഭീമ നർത്തകിയുടെ ടൈറ്റിൽ റോള് ഭീമനും ഒക്കെ ചേരുന്ന രസകരമായിട്ടുള്ള ചില കൗതുകം ജനിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന സിനിമയാണ് ഭീമ നർത്തകി എന്ന് പറയുന്നത്. ഇതിൽ പ്രധാന വേഷങ്ങളെ അവതരിപ്പിക്കുന്നത് അലിയാർ സാർ, അതുപോലെ ശാലു മേനോൻ, രാമു മംഗലപ്പള്ളി, ആറ്റുകാൽ തമ്പിച്ചേട്ടൻ അടക്കമുള്ള ആളുകളാണ്. അപ്പോൾ തീർച്ചയായും പ്രേക്ഷകരെല്ലാവരും തീർച്ചയായും സിനിമ കാണുക. ഏതായാലും വളരെ വ്യത്യസ്തമായൊരു ഇതിവൃത്തം ട്രീറ്റ്മെൻറ്റിൽ വരുന്ന സിനിമയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇതിൻ്റെ ഒരു കുറേ ദിവസമായി ഇതിൻ്റെ ഭാഗമായിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയിൽ എനിക്കില്ല. അപ്പോൾ തീർച്ചയായും എല്ലാവരും കാണുക, പ്രാർത്ഥിക്കുക, അനുഗ്രഹിക്കുക.